കുറച്ച് ദിവസമായിട്ട് പിള്ളേർ പറയാണ് ഞണ്ട് കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല ഞണ്ട് കിട്ടി, അങ്ങനെ വാങ്ങിച്ചതാണ്. 4 എണ്ണമാണ് കിട്ടിയത്, ½ kg. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടല്ലോ കുക്ക് ചെയ്യാനായിട്ട്. എന്താണ് സ്പെഷ്യല്? ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇതിനെ കുക്ക് ചെയ്യാൻ പോവാണ്. ഇത് പക്ഷെ കാണാൻ നല്ല ഭീകരനാണ്. ഇതിന് 8 കാലുകളാണ് ഉള്ളത്. 6 എണ്ണം നടക്കാനും 2 എണ്ണം നീന്താനും. ഇതിന് വളരെ കട്ടിയുള്ള തോടാണ് ഇതിനുള്ളത്. ഈ ഫോട്ടോ നോക്കിക്കോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതിന്റെ മുൻകാലുകളെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞണ്ടുകൾ ഇര പിടിക്കുന്നതും അണലിനകത്ത് കുഴി കുഴിക്കാനും ഒക്കെ ഈ ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൈഡ് വൈസ് ആയിട്ടുള്ള ഈ നടത്തം തന്നെയാണ്. ഇതാണ് എൻ്റെ കണ്ണ്, ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബൾജ് ചെയ്താണ് എൻ്റെ കണ്ണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റും നടക്കുന്ന വളരെ ഫൈൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരെ പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. നമ്മൾ കുട്ടികൾക്ക് പറ്റുന്ന സാഹചര്യത്തിലൊക്കെ പുതിയൊരു കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം അത് കാണാനും അതിനൊന്ന് തൊട്ട് അനുഭവിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കാനും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതെന്നും നിലനിൽക്കും. ഈ കാണുന്ന ട്രയാങ്കുലർ ഷേപ്പിലുള്ളതാണ് ഒരു മെയിൽ ക്രാബിന്റെ അബ്ഡോമൻ എന്ന് പറയുന്നത്. പൊതുവെ ഞണ്ടുകളുടെ അബ്ഡോമൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ ആയിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഫീമെയിൽ ക്രാബാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിന് കുറച്ചുകൂടെ പരന്ന രീതിയിലുള്ള അബ്ഡോമനാണ്. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഡൈജസ്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ് വരുന്നത്. ഇവിടെയാണ് അതിന്റെ മുട്ടയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പിന്നെ അമ്മാമ്മയും മക്കളും കൂടെ അതിനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു. പിള്ളേർക്ക് കഴിക്കാനായിട്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുത്തു. ശേഷം നല്ലൊരു ക്വാണ്ടിറ്റി ബട്ടറിനകത്ത് ഒരു ഉള്ളി സോട്ട് ചെയ്തെടുത്തു. അതിനകത്തേക്ക് ഈ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഇട്ടു. ഇത്രേ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ക്രാബ് മീറ്റ് നന്നായിട്ട് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പോഴേ നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റി. അങ്ങനെ എരിവോ ഒന്നും അങ്ങനെയില്ല. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ അല്ലാണ്ട് അഡീഷണൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പിള്ളേർ നല്ല എൻജോയ് ചെയ്ത് അത് കഴിച്ചു. വളരെ തൃപ്തിയായിട്ട് ആ ഒരു പരിപാടി അങ്ങ് കഴിക്കും.